ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടെക്. ഇതിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് കുറച്ച് തുണി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. തുണി എന്ന് പറയുമ്പോൾ വെട്ട് തുണികളാണ്. നമ്മൾ തയ്ച്ചതിൻ്റെ ബാലൻസ് പീസ് തുണികൾ ഞാൻ അങ്ങനെ ഒന്നും എടുത്ത് കളയാറില്ല കേട്ടോ. അത്യാവശ്യം കുഞ്ഞു പീസാണെങ്കിലും ചിലത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനതൊന്നും കളയാണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് തുണികൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയ എന്ന് വെച്ചാൽ, ഇവിടെ ഏറ്റവും ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ചവിട്ടിയാണ്. നമ്മൾ മുറ്റത്തിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പം മണ്ണെടുത്തിട്ടു നല്ല രീതിക്ക് ചെളിയാവുന്നുണ്ട്. ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിട്ടു. അപ്പോൾ മഴയും കൂടെ ആണല്ലോ, അപ്പോൾ ചെളിയാവുന്നുണ്ട്. ചെളി ചവിട്ടിയിട്ട് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് ചവിട്ടി കയറാനുള്ള അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബനിയൻ ക്ലോത്ത് തുണികളാണ്. കാരണം അത് ചെളി ആയതുകൊണ്ട് തന്നെ പിന്നീട് കഴുകി യൂസ് ചെയ്യാൻ പാടായിരിക്കും, വെളിയിലിടാനും കൂടിയാണ്. അതുകൊണ്ട് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ കുറച്ച് കളർഫുള്ളായിട്ട് ഇവിടെ ഇരിക്കുന്ന തുണികൾ യൂസ് ചെയ്തിട്ട് പറ്റുന്ന പോലെ ഒരു ചവിട്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എത്രത്തോളം സക്സസ് ആവും, ഭംഗിയുണ്ടോ എന്നൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് തുണികളൊന്ന് കാണിച്ചു തരാവേ. ഇത് ഒരു ടോപ്പ് തച്ചതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം ഇവിടെ കിടക്കുന്നുണ്ട്, ഇതെടുക്കാം. പിന്നെ അതേ ഞാനിവിടെ കവറിൽ അത്യാവശ്യം നല്ല രീതിക്ക് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുക്കാം. അല്ലാണ്ട് കുറേ തുണികൾ അലമാരിക്കകത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് തികഞ്ഞില്ലെങ്കിൽ നമുക്കതെടുക്കാം. ഇത്രയും തുണികളുണ്ട്. അപ്പോൾ ഇത്രേൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല, പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തുണി വേണം. അത് കഴിഞ്ഞിട്ട് കട്ട് സ്മോൾ പീസസ് അതിനകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്യുന്ന രീതിയിൽ, ഇതിന് കുറച്ച് ഹൈറ്റ് വരുന്ന രീതിയിൽ ഒരെണ്ണം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തോനെയുള്ളതെന്ന് പറയുന്നത് ഈ തുണികൾ അത്യാവശ്യം കുറച്ചുണ്ട് കേട്ടോ. ഈ ഒരു കളർ മുകൾ ഭാഗത്ത് ഇടാൻ പറ്റുന്ന കുറച്ച് വലിപ്പമുള്ള തുണികൾ മാറ്റിയിട്ട് ബാക്കി കുറച്ച് തുണികൾ ഒന്നുകിൽ നമുക്ക് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചു നോക്കാം കേട്ടോ. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളിത് പോയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് എന്നെ കുറ്റം പറയാൻ നിൽക്കരുത്. ഇത് എൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വലിപ്പമുള്ള 2 പീസ് തുണികളാണ് കേട്ടോ ഒരേ അളവിൽ കിട്ടിയത്. അത് ഞങ്ങൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. രണ്ടും ഒരേ അളവിലുള്ള തുണികളാണ്. ഇനി നമുക്കൊന്ന് ചേർത്തടിച്ച് നമ്മുടെ തലാണിയുടെ കവർ തയ്ക്കത്തില്ലേ, അതുപോലെ ഒന്ന് ചേർത്ത് അടിച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ചുരിദാറിൻ്റെ പീസ് കട്ട് ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് 2 പീസും കൂടെ ചേർത്ത് അടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും തുണികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ലോഡ് തുണി ഞാൻ മാറ്റിയിട്ട് അതിൽ നിന്ന് കുറച്ച് കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് കുഞ്ഞല്ല, കുറച്ച് ഈ ഒരു അളവിലൊക്കെ ആയിട്ടൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കട്ട് ചെയ്ത് ഇട്ടിരുന്നത് കൊണ്ട് വലിയ പീസിനെ ഞാൻ ചെറുതാക്കിയതുകൊണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കി എടുത്ത് നോക്കാം. ഇത്രയും തുണിയും കൂടെ അടിച്ചാൽ മിക്സി കംപ്ലൈൻ്റ് ആയി പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഈ ഒരു കവറിൻ്റെ അകത്തിട്ട് നമുക്ക് അകത്ത് കൊണ്ടുപോയി അടിച്ചിട്ട് വരാം. മിക്സി അപ്പുറത്താവും. എന്തരാവോ എന്തോ, മിക്സി കംപ്ലൈൻ്റ് ആയാൽ തീർന്നു, പെട്ടു. ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമാവും. എന്തായാലും നോക്കാം കേട്ടോ. ഇത് മെഷീനിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു തുണി ഫില്ല് ചെയ്തിട്ട് വേണം ബാക്കി സ്റ്റിച്ചസ് ചെയ്യാൻ. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഓക്കെ, ബൈ. 8ൻ്റെ അല്ല കേട്ടോ, 16ൻ്റെ പണി കിട്ടി. മിക്സിയിലൊന്നും നിങ്ങൾ തുണി ഇട്ടൊന്നും അടിക്കാൻ ശ്രമിക്കരുത്. ഇതുപോലെ ഉണ്ടാവും കണ്ടോ. ഞാൻ ഇത്ര തുണി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് അടിച്ചതാണ് കേട്ടോ. എല്ലാം കൂടിയിട്ട് കെട്ടു വീണ് കണ്ടോ. ഈ ഒരു രൂപത്തിലാണ് കേട്ടോ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വീഡിയോ കണ്ടിട്ട് അതിലിങ്ങനെ ഒരു തുണി മിക്സിയിലിട്ട് അടിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടൊന്ന് ട്രൈ ചെയ്താണ്. എനിക്കൊന്ന് നല്ല കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനെന്നേ.
അപ്പോൾ അതെന്തായാലും പാളിപ്പോയി. പക്ഷേ കവർ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. 2 തുണിയും കൂടി ചേർത്ത് അടിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ തലാണി ഉറ സ്റ്റിച്ച് ചെയ്യുന്ന സെയിം ആ ഒരു കവർ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ തുണികൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിതിനെ കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരുപാട് തുണിയുടെ ആവശ്യം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരുന്നില്ല. തലാണി ഫില്ല് ചെയ്യുന്ന പോലെ ഒന്നും ഫില്ല് ചെയ്യണ്ടല്ലോ. കുറച്ച് തുണി ഫില്ല് ചെയ്താൽ മതി. ചെറിയൊരു ഹൈറ്റ്, ഒരേ ലെവലിന് ചെറിയൊരു ഹൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ സൂക്ഷിച്ച് നിറച്ച് കൊടുക്കുക. കണ്ടോ, ഇത്ര മാത്രമൊക്കെ തന്നെ മതി കേട്ടോ. ആ ഒരു നമ്മുടെ ചവിട്ടിയുടെ ഒരു സോഫ്റ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത്രയും തുണിയൊക്കെ തന്നെ നിറച്ചാൽ മതി കേട്ടോ. ഓരോ സൈഡും ഒരേ ലെവലാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കട്ടിയായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിനനുസരിച്ചിട്ട് വേണം തുണി ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒത്തിരി ഇങ്ങനെ കട്ടിക്കൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും മെഷീനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, തുണിയൊന്ന് കുഞ്ഞ് പീസാക്കിയിട്ട് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. കണ്ടോ, ഈ ഒരു അളവിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ എൻ്റെ അകത്തേക്ക് വരച്ചു കൊടുക്കുകയാണ്. അതായത് ഓരോ ചതുര ബോക്സുകളാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. മധ്യത്തൂടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ അളവെടുത്തിട്ട് ഈക്വലായിട്ട് ലൈനുകൾ വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഓരോ ചതുര പീസുകൾ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എത്രയാണോ നമ്മുടെ എടുത്തേക്കുന്ന തുണി അതിനെ കൃത്യമായിട്ട് നമുക്ക് കോളങ്ങളാക്കി തിരിച്ചെടുക്കാം. ഞാനിവിടെ 4 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. തുണിക്ക് വീതി കുറവാണ്. അപ്പോൾ സെൻറ്ററിൽ കൂടെ ഒറ്റ സ്റ്റിച്ച് മാത്രമാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതായത് ഒരു കാല് ചവിട്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിപ്പം, അത്രയേ ഉള്ളൂ. ഒരുപാട് വലിപ്പമില്ല. പക്ഷേ നീളം കുറച്ച് നീളത്തിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളതിൽ പഴയ തുണികളോ അല്ലെങ്കിൽ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഇതിൽ നിങ്ങൾക്ക് ലൈൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതേ കണക്കാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ടത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ തുണി വെച്ചിരിക്കുന്നതിൻ്റെ രീതിക്ക് ആയിരിക്കും കേട്ടോ സ്റ്റിച്ചിങ് എളുപ്പമാവണോ അല്ലെങ്കിൽ നൂല് പൊട്ടിപ്പോവോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ തുണി നിറയ്ക്കാൻ വേണ്ടിയിട്ടും ഒതുക്കി നല്ല നീറ്റായിട്ട് അടുക്കി വെക്കുന്ന പോലെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നല്ലപോലെ വരിക. ആദ്യം മുകൾ ഭാഗം നമുക്ക് കൂട്ടി തയ്ക്കണം കേട്ടോ. ഒരു മുകൾ ഭാഗം ഓപ്പൺ ആണല്ലോ, അത് കറക്റ്റാക്കിയിട്ട് മടക്കി അകത്തേക്ക് കൂട്ടി തയ്ക്കണം. ഇതൊക്കെ ഞാൻ കറക്റ്റ് കാണിക്കാത്തത് എന്തെന്ന് വെച്ചാൽ ഒന്ന് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് ആരുമില്ല. മറ്റൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ തലയണ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഫൈനലി നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആ ഒരു ചവിട്ടി. അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ. അതായത് കണ്ടോ, ഇങ്ങനെ അകത്തൊരു സ്പോഞ്ച് കണക്ക് ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ ഇട്ട് കൊടുക്കാം. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഇത്തിരി കഴിയുമ്പോൾ എന്തായാലും ചെളിയാവും. നമുക്ക് കഴുകി യൂസ് ചെയ്യലൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരു ലൈറ്റ് ഷെയ്ഡല്ലേ, അപ്പോൾ അതെടുത്ത് കളയേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഇട്ട് വെക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചവിട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യേ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കുറച്ച് അലിക്കുലത്ത് വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. വീട്ടിലുള്ള വേസ്റ്റായിട്ട് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് ഡെക്കോറും അതുപോലെ ഇങ്ങനെ ഉപകാരപ്പെടാവുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.